നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 അതിരപ്പള്ളി പ്രതിനിധിയെ വ്യാജ കേസിൽ കുരുക്കി ജയിലിൽ അടച്ചതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ചാലക്കുടിയിൽ നടന്നത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ഇന്നൊരു മാർച്ച് നടന്നു. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, അതേപോലെ പരിസ്ഥിതിവാദികൾ, ആദിവാസി ഊരുകളിലെ ആളുകൾ ഒക്കെ ചേർന്ന് ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പ് മർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് ചാലക്കുടി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അതും സമരത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ അതിരപ്പള്ളിയിലെ ഉൾവനങ്ങളിൽ നിന്നെത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരും. കരുത്തായി കരുതലായി നിന്നവനെ ജയിലിലടച്ചതിന്റെ സങ്കടവും പ്രതിഷേധവും ഒരുപോലെ ഒരു നാടാകെ പ്രകടിപ്പിച്ചു. കാൽനടയായി മാത്രം എത്താവുന്ന ഊരുകളിൽ നിന്നുപോലും നിരവധി പേരാണ് റൂബിൻ ലാലിന് നീതി തേടിയുള്ള സമരത്തിൽ പങ്കാളികളായത്. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. വൻ സന്നാഹം ഉപയോഗിച്ചാണ് പോലീസ് പ്രതിഷേധക്കാരെ നേരിട്ടത്. മാർച്ച് അടിച്ചിത്തൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു R ലക്ഷ്മിയുടെ മറുപടി. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആദിവാസി വിഭാഗങ്ങളും പരിസ്ഥിതി സംഘടനകളും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.